മോർവേഡാണ്. മോർവേഡ് ഒരു 1500 സ്ക്വയർ ഫീറ്റ് സാധനം ഉണ്ടാവും. 1500 സ്ക്വയർ ഫീറ്റ്. ഒരു A4 സൈസ് ഉണ്ടാവും. നമുക്ക് 95 റുപ്യ റേഞ്ച്. 95 രൂപ. A4 സൈസ്. ക്രാക്ക് ഓഫ് ഫില്ലിംഗ് ഒന്നും ഇല്ല. ഫ്രഷ് ലോട്ടാണ്. ഓക്കെ. ക്രാക്ക് ഓഫ് ഫില്ലിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ നമുക്ക് ഈ ഒരു കാറ്റഗറി ഉള്ള സാധനം ഇതൊക്കെ മോർച്ചാന ഇറ്റാലിയൻ പാറ്റന്റെ ഒരു. ഓക്കെ. ഇതിപ്പോ ഈ പോളിഷ് പീസിന് മാത്രമല്ല ഈ ഒരു പൊട്ടലുള്ളൂ. വണ്ടി തട്ടിച്ചാ വണ്ടി തട്ടിയാണല്ലേ ഇങ്ങോട്ട് വന്ന വണ്ടി തട്ടിയാണല്ലേ ബാക്ക് എടുത്ത് തട്ടിയാണല്ലേ. ഓക്കെ ഓക്കെ. അപ്പം ഡിസൈൻ ഇതാണ് കേട്ടോ. ഈ ഒരു മോർച്ചാന്റെ ഡിസൈൻ ഇതാണ്. ഓക്കെ. എന്തൊക്കെ റേറ്റ്? നമുക്ക് 100 റുപ്യ അറേഞ്ച് കൊടുക്കും. 100 രൂപ കൊടുക്കുക. നല്ലൊരു ഡിസൈൻ ആട്ടോ. 100 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ്. നല്ല സൈസ് ഉണ്ട്. ബിഗ് സൈസ് ആണ്. ഏകദേശം ഒരു 8 അടി ഉണ്ടാവും. 9 അടി 8 അടി എന്തായാലും 4.4 ഹൈറ്റും ഉണ്ടാവും. ഒരു 4.4 വീതി ഉണ്ടാവും കേട്ടോ. ഓക്കെ. 100 രൂപയാണ് സ്ക്വയർ ഫീറ്റ്. ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുക? 2000-ന്റെ മുകളിലുണ്ട്. 2000-ന് മുകളിൽ. ഓക്കെ. ഇനി അടുത്ത് പിന്നെ സ്പോട്ട് വൈറ്റിൽ വരുന്ന കേട്ടോ. സ്പോട്ട് വൈറ്റ് 90 റുപ്യ റേഞ്ച് കൊടുക്കും. നല്ല വൈറ്റ്നസ് ഉണ്ടല്ലോ. ഒരു മിൽക്കി വൈറ്റ് പോലെ വൈറ്റ്നസ് ഉണ്ട്. ബ്രൗൺ ചെറുതായിട്ട് വരുന്നുള്ളൂ. പക്ഷെ വൈറ്റ്നസ് അത്യാവശ്യം നല്ല വൈറ്റ്നസ്. നല്ല വൈറ്റ് ആണ്. ഇതിപ്പോ നിങ്ങൾ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ വൈറ്റ് നിങ്ങൾ ഇവിടെ വന്നാല് ശരിക്കും അതിന്റെ കറക്റ്റ് ഫീൽ അറിയാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മളെ ഇതൊരു ചെറിയ അത് 2000-ന് മുകളിലുണ്ട്. 2000-ന് മുകളിലുണ്ട്. അത്യാവശ്യം ഒക്കെ ക്വാണ്ടിറ്റി ഉള്ള സാധനം തന്നെ. സൈസ് പറയുകയാണെങ്കിൽ 8.4 ഉണ്ടാവും അല്ലേ? 8.4 ഉണ്ട്. എന്താ റേറ്റ്? 90 റുപ്യ റേഞ്ചിൽ കൊടുക്കും. 90 അല്ലേ? ഓക്കെ. നമുക്ക് ഇത് ഇവിടെ ഒരു അടിപൊളി സാധനം. നമുക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ലോഡ് ഉണ്ടാവും കേട്ടോ. 1000 സ്ക്വയർ ഫീറ്റ് ഇല്ലേ? ഒരു 95 റുപ്യ റേഞ്ചിൽ കൊടുക്കും. 95 രൂപക്ക് 1000 സ്ക്വയർ ഫീറ്റ് 95 രൂപ. നല്ല വൈറ്റ്നസ് ഉണ്ട്. ബ്ലോക്ക് കണ്ടില്ലേ? ഇതിന് സൈസ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 6.5 ഉണ്ടാവും. പിന്നെ ഒരു 3.4 ഉണ്ടാവും. ഓക്കെ. ഇനിയിപ്പോൾ അടുത്തത് മാർബിൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ സാധനമൊക്കെ അത് നമ്മളെ രാംപുരം ബ്ലാക്കില് ബ്ലാക്കില്ലേ? ഓക്കെ. വെള്ളം വയ്ക്കുമ്പോൾ കറക്റ്റ് ഡിസൈൻ. നമുക്ക് മോർച്ചാൻ്റെ അതേ പോളിഷ് ഒക്കെ കിട്ടും. മോർച്ചാൻ്റെ അതേ പോളിഷ് കിട്ടും. ഓക്കെ. നിങ്ങൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള പീസുകളൊക്കെ എന്താണ്? ഇവിടുത്തെ എല്ലാം മാർബിൾ എന്നാണ്. പോളിഷിംഗ് ഒക്കെ വരുന്നതാണ്. ഒരു ആവറേജ് ഉണ്ടാവും. ഒക്കെ ഡെമോ പോളിഷ് ആണ്. ഫൈനൽ പോളിഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഇതിനെക്കാട്ടിൽ എന്താണ് വെട്ടിങ്ങനെ പോളിഷ് കിട്ടും. വെള്ളം വയ്ക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഡിസൈനൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കാരണം പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഓക്കെ. ജെകെ അതൊക്കെ അതിന് റേറ്റ് ഇത് നമുക്കൊരു 95 റുപ്യ റേഞ്ചിൽ വരും. 95 രൂപക്കല്ലേ? ഓക്കെ. ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ ഡിസൈൻ ആണ്. ജിടിയിലാകുമ്പോൾ കുറയും കേട്ടോ. ജിടി ആകുമ്പോൾ കുറയും. പക്ഷേ ഈ മെറ്റീരിയൽ ആവേണ്ട റേറ്റ് ഇത് ജീറ്റാണ് കുറയും. കാരണം ഇതേ ഒരു ഇതിലാണ് പാറ്റേണിലാണ് ജീറ്റൊക്കെ വരുന്നത്. ഒരു കളറിലൊക്കെ. പക്ഷെ അതൊന്നും കൂടി പോളിഷ് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. ഓക്കെ. റേറ്റ് എത്രയൊക്കെ? 95 റുപ്യ. 95 രൂപ അല്ലേ? ഓക്കെ. ഇനിതാ ജാക്കലേക്ക്. അത് ജെകെ മോർച്ചാനാണ്. നല്ല സൈസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു 7 അടി ഉണ്ട്. ഒരു 5 അടി ഹൈറ്റും ഉണ്ട്. 5 അടി ഹൈറ്റ് ഉണ്ടല്ലേ? ബിഗ് സൈസാ. ഓക്കെ. നല്ല പോളിഷ് ഇട്ടു കേട്ടോ. ജെകെ മോർച്ചാനൊക്കെ നല്ല പോളിഷാണ്. നല്ല പോളിഷാണ്. വെട്ടി തിളങ്ങുന്ന പോളിഷാണ്. നിങ്ങളിപ്പോ വീട്ടുകാരാണെങ്കിൽ നിങ്ങൾ ഒരു വർക്കേഴ്സിനോട് ചോദിച്ചാലൊക്കെ നിങ്ങൾക്ക് ഇതിന് കറക്റ്റ് പോളിഷിനെ കുറിച്ചൊക്കെ അവർ പറഞ്ഞു തരും. കാരണം നല്ല പോളിഷാണ്. നല്ല കണ്ണാടി പോലെ വെട്ടി തിളങ്ങുന്ന പോളിഷ് ഇട്ടുന്ന മോർച്ചാന. പൊതുവെ എല്ലാം അങ്ങനെ തന്നെയാണ്. ജെകെ പ്രത്യേകിച്ചൊരു പോളിഷാണ് അത് ജെകെക്കൊക്കെ. ഇപ്പൊ അടുത്തേ മോർച്ചാനെ സൈസ് ഇപ്പൊ ഒരു ഇതുണ്ടാവും. ഒരു 4.5 ആ സൈസ് ഉണ്ടാവും. ഓക്കെ. 4.5 ഉണ്ടാവില്ലേ? ഓക്കെ. 4.5 സൈസിലാണ്. പ്രീമിയം ബ്ലോക്ക് ആണ് കേട്ടോ. എന്താ റേറ്റ്? അത് 130 റുപ്യ. 130 രൂപ അല്ലേ? ഓക്കെ. ഇനിയിപ്പോ അടുത്ത് ഇതൊക്കെ മോർവേഡ് കാറ്റഗറി. മോർവേഡ് ഇല്ലേ? ഗ്രീന്. ഓക്കെ. 2 സൈസ് ഉണ്ട്. മോർവേഡ്. ഈ മോർവേഡ് റേറ്റ് എടുക്കുക? ഇതാ ഇത് 110 റുപ്യ. 110 രൂപ അല്ലേ? ഓക്കെ. നല്ലൊരു മോർവേഡ് കിട്ടോ. നല്ലൊരു മോർവേഡ്. പോളിഷ് തന്നെ. പോളിഷ് ഉണ്ടോ? പിന്നെ വൈറ്റിലാവുമ്പോ എന്താ പറഞ്ഞോ പോളിഷ് ഇട്ടും കാര്യമില്ല. കാരണം ക്യാമറയിൽ അത്രാണ്ട് കിട്ടില്ല അറിയാ. അതായത് വൈറ്റ് മാർബിൾ കുഴപ്പം. ക്യാമറയിലാണ് പതിനാണെങ്കിൽ കുറച്ച് റിസ്ക് ആണ്. പ്രത്യേകിച്ച് ഇങ്ങനെ വെക്കുമ്പോഴേ. ഫ്ലോറിലാണ് പിന്നെ മനസ്സിലാവും. ഓക്കെ. പിന്നെ അടുത്ത് മോർവേഡ് തന്നെയാണ്. മോർവേഡ്. ഓക്കെ. ഒരു ബിഗ് നല്ല ക്വാണ്ടിറ്റി നമുക്ക് 3000 സ്ക്വയർ ഫീറ്റിന്റെ ക്വാണ്ടിറ്റി. നല്ല ക്വാണ്ടിറ്റി സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ലേ? ഓക്കെ. നല്ലൊരു ഡിസൈനും നല്ലൊരു ഡയമണ്ട് ഇടുന്ന നല്ലൊരു ഡിസൈന്. ഒരു വലിയൊരു ഡയമണ്ട് ഇടുന്നേ. ഡയമണ്ട് സ്ട്രൈറ്റ് ലൈൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നോർമൽ ആയിട്ടുള്ള ഡിസൈൻ. അത്
സ്ട്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. കാരണം ഇതൊക്കെ ചെറിയൊരു നോർമൽ ഡിസൈനേ വരുള്ളൂ. വലിയൊരു ഡൈനിങ് ഹാളൊക്കെ ഇരിക്കുമ്പോൾ വലിയൊരു ഡയമണ്ട് കിട്ടും. വലിയ ഡയമണ്ട് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനൊക്കെ വിരിക്കാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയലാണ്. ഫ്രഷ് ലോട്ടാണ്, 100%. ഫ്രഷ് ലോട്ടാണ്. എന്ത് റേറ്റ് ഒക്കെ? നമുക്കൊരു 1.28 ആ റേഞ്ചിലൊക്കെ കൊടുക്കും. 1.28 ഓക്കെ. മോർച്ചാന ജേക്കയിൽ വരുന്ന കേട്ടത്. കുറച്ച് ഡാർക്കാണ് ഷെയ്ഡ് എന്നുള്ളൂ. പക്ഷേ ഈ ഒരു 87 രൂപ റേഞ്ചിലൊക്കെ കൊടുക്കും. 87 രൂപക്ക് ജേക്കെ 87 രൂപക്കില്ലേ? ഓക്കെ. ഇപ്പൊ അടുത്ത് മോർച്ചാന സ്ട്രൈറ്റ് 2 ഇഞ്ചിച്ചേർന്ന ഒരു അടിപൊളി മോർച്ചാന, അടിപൊളി സ്ട്രെയിറ്റ് ലൈനിലല്ലേ? ഏതാ മോർച്ചാന? ഞാൻ ശരിക്കൊന്ന് കാണിക്കട്ടെ. ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ശരിക്കൊന്ന് കാണിക്കാം. കണ്ടോട്ടോ, മോർച്ചാനാണ്, സ്ട്രൈറ്റ് ലൈനാണ്. കണ്ടില്ലേ ആ ലൈൻ? കണ്ടില്ലേ ആ ലൈൻസ് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗി. അല്ല, പ്രീമിയം ബ്ലോക്കാണ്. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കുന്നത്? ഇത് നമുക്കൊരു 1200 ആ റേഞ്ചിലാണ്. 1200 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ഒന്ന് കുറച്ച് ബ്രൗൺ കൂടിയത് ഇവിടെയും കണ്ടില്ലേ? ഇവിടെ കാണിച്ചു കൊടുത്തില്ലേ? അത് എന്ത് റേറ്റ് നിൽക്കാം? ഇത് നമുക്ക് 100 രൂപ. 100 രൂപ സ്ക്വയർ ഫീറ്റ്. ഇത് നമുക്ക് ബാലൻസ് ആണ്. ബാലൻസ് ആയതുകൊണ്ട് വില കൂടിയത് 100 രൂപ സ്ക്വയർ ഫീറ്റിനുള്ളൂ. അപ്പൊ 1000 സ്ക്വയർ ഫീറ്റ് വേണ്ടവരൊക്കെ പെട്ടെന്ന് വാങ്ങിക്കോട്ടോ. 1200 സ്ക്വയർ ഫീറ്റ് 1200 ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ 1200 വേണ്ടവരൊക്കെ പെട്ടെന്ന് വാങ്ങിക്കോട്ടോ. 100 രൂപ റേറ്റ്. വിരിച്ചു കഴിഞ്ഞാല് വേറെ ലെവലായിരിക്കും. ഇനി അടുത്ത് അതിൽ തന്നെ ബ്രൗൺ. അത് തന്നെ ബ്രൗൺ ഇല്ലേ? ഓക്കെ. എത്ര ക്വാണ്ടിറ്റി നിൽക്കാം? 1400 ആ റേഞ്ചിലൊക്കെ. 400 അല്ലേ? 1400 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. എന്താ റേറ്റ്? 1.10 ആ റേഞ്ചിൽ. 1.10 ഇല്ലേ? ഓക്കെ. ഇനി അടുത്ത് ആണ് കഷ്ടം പോലെ. ഇതൊരു വലിയ സൈസ് അവിടെതാ. അത് നമുക്കൊരു 70 രൂപ. 70 രൂപക്ക് വെള്ളയ്ക്ക് 70 രൂപക്കാണ് ഇന്ന് കാണിക്കണമല്ലോ. പ്രത്യേകിച്ചൊന്ന് സ്ക്വയർ ഫീറ്റിന് 70 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. സ്ക്വയർ ഫീറ്റ് റേറ്റ് 70 രൂപയാണ്. ഓക്കെ, കണ്ടോട്ടോ. മോർവേഡ് എത്ര ഉണ്ടാവുക? അതൊരു 1200 ആ റേഞ്ചിൽ. ഒരു 1200 ഉണ്ടാവില്ലേ? ഓക്കെ, 1200 ഉണ്ടാവും. ഇനി അടുത്ത് ഇതാണോ? ഓക്കെ, മിൽക്കി വെയിറ്റിൽ വരുന്ന കേട്ടോ സാധനം. മിൽക്കി വെയിറ്റിൽ വരുന്നതാണല്ലേ? ഇത് നമുക്കൊരു 93 രൂപ റേഞ്ചിൽ കൊടുക്കും. 93 രൂപയ്ക്ക് 1250 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 1250 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, 1250 1250 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ക്രാക്ക് ഓഫ് ഫീലിംഗ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇനി അടുത്ത് സെമി മോർച്ചാനയിൽ വരുന്നതാണ്. സെമി മോർച്ചാനല്ലേ? സെമി മോർച്ചാന കണ്ടോളൂ. നമുക്കൊരു 79 രൂപ റേഞ്ചിൽ കൊടുക്കാം. 79 രൂപ അല്ലേ? ഓക്കെ. ഇനി അടുത്ത് 79 രൂപ ഉള്ളൂ കേട്ടോ. സെമി മോർച്ചാനാണ്. അത്യാവശ്യം ഒരു 1500 ഉണ്ടാവില്ല. 1900 അല്ലേ? 1900 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് അടുത്ത് ഒരു മിഡിൽ ലെവലിൽ ഇങ്ങനെ കാണിച്ചു പോകാം നമുക്ക്. കാരണം ഓക്കെ, അറിയാം. ഫുള്ളായിട്ട് കാണിച്ചു. നല്ല വൈറ്റില് മയം വരുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ഓക്കെ വൈറ്റ്നസ് ഒരു 2000 സ്ക്വയർ ഫീറ്റോളം ലോട്ട്. 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. അടിപൊളി ലോട്ടാണ്. നല്ല വൈറ്റ് ആണ്, നല്ല വൈറ്റ്നസ്. ഒന്നാമത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് കൊണ്ടാണ് ആ ഒരു ഡൗൺ തോന്നിക്കുന്നത്. ഡൗൺ ഇല്ലേ? ഓക്കെ, പക്ഷെ ക്യാമറയിൽ അത്ര ഡൗൺ തോന്നുന്നില്ല. പക്ഷെ അത് ക്യാമറയിൽ കാണാനെക്കാട്ടിലും ഒന്നും കൂടെ വൈറ്റ്നസ് ഉണ്ടാവും ഇവിടെ വന്ന് നിങ്ങൾ കാണുമ്പോഴേ. എന്തായാലും ക്യാമറന്റെ ആ ക്ലാരിറ്റി കിട്ടൂല. ആ ക്ലാരിറ്റി എന്തായാലും പ്രത്യേകിച്ച് ഒന്നാമത് ഇവിടെ ക്ലൈമറ്റ് അങ്ങനെ തന്നെയാണ്. ചെറിയൊരു ഡൗൺ ആയതുകൊണ്ട്. എന്ത് റേറ്റ്? ഇത് നമുക്കൊരു 130 റേഞ്ചിലൊക്കെ കൊടുക്കാം. 130 അല്ലേ? 130 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ്. സൈസ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 5.5 ഉണ്ടാവും അല്ലേ? 6 ഉണ്ടാവും. ഓക്കെ, ഇനി പഠിപ്പിക്കാം. ഒരു സ്പോട്ട് വെയിറ്റിൽ വരുന്നതാണ്. ഓക്കെ, ചെറിയ സ്പോട്ടാട്ടോ. ഇതൊന്നും ഉള്ളിക്ക് വലുതാകണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, നല്ല ലോട്ടാ. നമുക്കൊരു 1700-800 ഒക്കെ ഉണ്ടാവും. 1700-800 ഒക്കെ ഉണ്ടാവില്ലേ? ഓക്കെ, ഡിസൈനൊക്കെ ശരിക്കും ഉണ്ടോ? നല്ല ഡിസൈനാ ഉണ്ടോ കേട്ടോ. 1700 ഉണ്ടാവില്ലേ? ഇത് നമുക്കൊരു 95 രൂപ ലാസ്റ്റ് കൊടുക്കാം. 95 രൂപ അല്ലേ? ഓക്കെ. ഇനിയും കാണിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ആളെ മുതൽ നമുക്ക് കണ്ടെയ്നർ, ഫുൾ കണ്ടെയ്നർ പുതിയ ഇഷ്ടം പോലെ കണ്ടെയ്നർ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വൈറ്റില് ഇത് നമുക്കൊരു 2000 ചോടായിട്ട് 1800 ഒക്കെ വരുന്നുണ്ട്. 1800 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. നമുക്കൊരു 95 രൂപ കൊടുക്കാം. 95 രൂപക്ക് നല്ല മിൽക്കി വൈറ്റ് ആട്ടോ സാധനം. നല്ല മിൽക്കി വൈറ്റ്. അത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് വൈറ്റ്നസ് തന്നെ നമുക്ക്. പിന്നെ ഇതൊന്നും അത്ര ബ്ലാക്കില്ല. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ എന്താണ് ആ സ്പോട്ടിങ് അതാണ്ടോ? കറക്റ്റ് കണ്ടില്ലേ? കറക്റ്റ് മിൽക്കി വൈറ്റ് ആണ്. ആ കൈന്റെ അടയാളം ബാക്കിലാണ് കൈ വെച്ചത്. കണ്ടില്ലേ? അത്രയും വൈറ്റ്നസ് ഉണ്ടായതുകൊണ്ടാണ്, മിൽക്കി വൈറ്റ് ആയതുകൊണ്ടാണ് ആ കൈ ഇങ്ങോട്ട് അതിന്റെ നീല് നമുക്ക് മൈനസോ കാര്യങ്ങളോ ഒന്നുമില്ല കല്ലിലൊന്നും. അത്രയും കണ്ടീഷൻ. പിന്നെ ബ്രൗൺ കാറ്റഗറിയിൽ വൈറ്റ്നസ്
ഓക്കെ മിൽക്കി വെയിറ്റിൽ തരുന്ന സാധനം. അത് ആകെ ക്വാണ്ടിറ്റി ഉള്ളൂ, അത് കുറച്ചുള്ളൂ. ബ്രൗൺ ഉണ്ടാവും. ഓക്കെ ഇപ്പം അടുത്ത് റേറ്റിക്കാ അത് നമുക്കൊരു 85 രൂപ കൊടുക്കും. 85 രൂപക്കല്ലേ? അതാ ഓക്കെ നല്ല സാധനം. നമുക്ക് ബാലൻസിന് ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ 100-130 ഉറുപ്പൊക്കെ കൊടുത്ത സാധനം നമുക്ക് 95 ഉറുപ്പൊക്കെ കൊടുക്കും. 95 രൂപക്ക് ഈ ഒരു വൈറ്റില്ലേ? ഓക്കെ അത്യാവശ്യം ഉണ്ടാവും. ആയിരം ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ചോടൊക്കെ ആയിട്ടുണ്ടാവും. അതിന് ചോട ഉണ്ടാവുള്ളൂ അല്ലേ? ഇതൊക്കെ സാധനം വരുന്നുണ്ട് നമുക്ക്. ഓക്കെ അയ്യാ ആവോ ഇത് ഇവിടെ ഒരൊറ്റ ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് ഉണ്ടോ? അതല്ല ഓപ്പൺ കയറി. എത്ര രൂപ മുതൽ ഇവിടെ മാർബിൾ എടുക്കാം? പല റേഞ്ച് ഉണ്ട്. നമുക്ക് ചെറിയ റേഞ്ച് കൊടുക്കാൻ 50 ഉറുപ്പ്യ റേഞ്ചിലൊക്കെ മുതൽ മാർബിൾ ഉണ്ട്. ഓക്കെ കൊടുക്കാൻ പറ്റിയ മാർബിളൊക്കെ ഉണ്ട്. പിന്നെ ബാലൻസ് ലോട്ടൊക്കെ ഉണ്ടാക്കാം. ബാലൻസ് ലോട്ടിലും ഉണ്ട് കുറച്ചൊക്കെ ഒരു ഷോർട്ട് ഉണ്ട്. വരാൻ സാധനം വരുന്നതിലും ഉണ്ട്. നമുക്ക് ചെറിയ റേറ്റിലെ സാധനം ഉണ്ട്. ഉണ്ടല്ലേ? നാളെ കണ്ടെയ്നർ ഉണ്ട്. ഓക്കെ ഇത് അടുത്തൊരു മാർബിൾ കണ്ടോട്ടോ, ഡിസൈൻ കണ്ടോട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. അതൊരു 2400 സ്ക്വയർ ഫീറ്റ്. 2400 സ്ക്വയർ ഫീറ്റ് അല്ലേ? സൈസ് ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഈ വെള്ളത്തിനൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കല്ല. നല്ല ഹാർഡ് മെറ്റീരിയൽ. ഹാർഡ് മെറ്റീരിയൽ ആണ്. പിന്നെ നമുക്ക് ഈ പുഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ കോയൽക്കിണർ കാര്യങ്ങളാവൂലേ. ഈ വൈറ്റ് പറ്റാത്തവർക്കുണ്ടല്ലോ. ലൈറ്റ് ഷെയ്ഡും ആണ്. ഒരു ലൈറ്റ് ഷെയ്ഡിൽ അവർക്കൊക്കെ പറ്റിയല്ല. ഒന്നും ആവില്ല, കല്ലിൽ കംപ്ലൈന്റ് വരില്ല. നല്ല ടെമ്പറേച്ചർ. ഓക്കെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ, ഷൈനിങ് ഉണ്ടാവും. ആ ഒരു ഷൈനിങ് ആ ഒരു ഡിസൈൻ ആയിരിക്കും കറക്റ്റായിട്ട് കിട്ടുക. ഓക്കെ റേറ്റ് എടുക്കാം. ഇത് നമുക്ക് 95 രൂപ റേഞ്ച്. 95 രൂപ കൊടുക്കാം അല്ലേ? ഓക്കെ നീ കാണിക്കാൻ ഒരുപാടുണ്ട്. വീഡിയോക്ക് നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം. ഓക്കെ അറിയാം എത്തിയിട്ട് പെട്ടെന്ന് ചെയ്താന്നുള്ളൂ അറിയാം. അപ്പൊ നമ്മളെ ഷോപ്പിന്റെ പേര് ഫ്ലോറിംഗ് സ്റ്റോൺ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. കറക്റ്റ് ഇതിന്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എയർപോർട്ട് റോഡ്, അത് രാമനാട്ടര, കോഴിക്കോട് മലപ്പുറം ബോർഡറിലാണ്. രാമേട്ടർ ബൈപ്പാസിന്ന് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോണ റോഡിലാണ്. ബൈപ്പാസിന്ന് ഏകദേശം 2-2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരാം. പിന്നെ ഷോപ്പിൻ്റെ നമ്പറൊക്കെ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വിളിച്ചെന്തെങ്കിലും സംശയങ്ങളുണ്ടൊക്കെ ചോദിക്കാം. ഓക്കെ ഇപ്പോൾ ലൊക്കേഷൻ നിങ്ങൾക്ക് അങ്ങനെ അവർ അയച്ചു തരും. നിങ്ങൾക്ക് വാട്സപ്പിലൊക്കെ അയച്ചു തരും. ഓക്കെ എന്ത് സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക, ചോദിക്കുക. ഓക്കെ എന്നൊക്കെ നമ്മളൊരു വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ടോ. എന്നാൽ ശരി. ഓക്കെ.